കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മീൻ വറ്റിച്ചതായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ചിക്കൻ. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി തരുന്നതാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം സ്റ്റോക്ക് വാട്ടർ ഉണ്ടാക്കണം. അതിന് വേണ്ടത് കുറച്ച് വെള്ളത്തിൽ ചിക്കൻ്റെ കുറച്ച് പീസ് ഇടുക. അതിലേക്ക് കുറച്ച് ഇഞ്ചി ഇടണം, കുറച്ച് വെളുത്തുള്ളി ഇടണം. അതുകൂടാതെ കുറച്ച് സവാള, അതായത് ഒരു സവാളയുടെ പകുതി ഇട്ടാലും മതി. ഇതൊന്ന് ചതച്ചിട്ടിടുവാണെങ്കിൽ അതിൻ്റെ സത്ത് പെട്ടെന്ന് നമുക്ക് ആ വെള്ളത്തിലേക്ക് കിട്ടും. ഇതിലേക്ക് നമ്മൾ ചിക്കൻ്റെ കുറച്ച് പീസുകളും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു അര സവാളയും. ഇത് സെലറിയാണ്. സെലറി നമുക്ക് കടകളിൽ മേടിക്കാൻ കിട്ടും. അത് പിന്നെ ഇത് സ്പ്രിംഗ് ഒനിയൻ ആണ്. സ്പ്രിംഗ് ഒനിയനും ഇട്ടു. ഇത് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ വേസ്റ്റ് എല്ലാം പൊങ്ങി വരും. അത് നമ്മൾ എടുത്ത് കളയണം. സ്റ്റോക്ക് വാട്ടർ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ചെറിയ പത ഇതേപോലെ പത പൊങ്ങി വരുന്നുണ്ട്. ഈ പത നമ്മൾ എടുത്ത് കളയണം. ഇത് നമ്മൾ ചെറിയ തീയിലേക്ക് മാറ്റി വയ്ക്കണം. കാരണം സ്റ്റോക്ക് വാട്ടർ എപ്പോഴും ചൂടായി തന്നെ ഇരിക്കണം. അതിൻ്റെ സത്ത് മുഴുവനും ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് എപ്പോഴും ചൂടായി തന്നെ ഇരിക്കണം എന്ന് പറയുന്നത്. ചിക്കൻ ഇതേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് വെട്ടണം. എന്നിട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം. ഓക്കെ, ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുത്ത ചിക്കനിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഉപ്പിടണം. പിന്നെ ചില്ലി സോസ്, അതേപോലെ തന്നെ സോയാ സോസ്, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, പിന്നെ കുറച്ച് ഷുഗർ. ഇതിൽ അജിനോമോട്ടോ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ ഇങ്ങനെ വയ്ക്കുക. ഇത് ഒരു ബാറ്ററിൽ മുക്കിയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ബാറ്റർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ചില്ലി ചിക്കനുള്ള ബാറ്റർ, അതായത് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ബാറ്ററാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ മൈദ. നമുക്ക് 1 2 3 4 5 6 7 8 സ്പൂണും മൈദയാണ് എടുത്തിരിക്കുന്നത്. അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്നത് കോൺഫ്ലോർ ആണ്, ചോളത്തിൻ്റെ പൊടി. അതും സമാസമമാണ് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരച്ച് വെച്ചേക്കുന്നത് ചേർക്കാം. അതേപോലെ തന്നെ കുറച്ച് സോയാ സോസ് ചേർക്കാം. ഉപ്പ് ചേർക്കാം. കുറച്ച് ഷുഗർ ചേർക്കാം. വൈറ്റ് പെപ്പർ കൂടി ആഡ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ലാത്തത് കാരണമാണ് ഞാൻ ഇടാത്തത്. കുറച്ചിട്ടാൽ മതി. ഇനി ഇതൊന്ന് ഒരു കുഴമ്പ് പരുവത്തിൽ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
ഇതിലേക്ക് ഒരു മുട്ട കൂടി ഇടുകയാണ്. ഇതേപോലെ കട്ട കൂടാതെ ശരിക്കും മിക്സ് ചെയ്തെടുക്കണം. ഇതേപോലെ നമുക്ക് കടായിക്കകത്ത് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. കടായി നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് കോൺ ഓയിലാണ്. കൊളസ്ട്രോൾ കുറവുള്ള എണ്ണയാണ് കോൺ ഓയിൽ എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. ഈ എണ്ണ ഒന്ന് ചൂടാവണം. ഇത് ചൂടായതിനു ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ മുക്കിയിട്ട് ഇതിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഒന്ന് എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇങ്ങനെയൊന്ന് ബാറ്ററിൽ നമുക്കൊന്ന് മുക്കി വെച്ചിട്ട് ഇത് ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യാനിടാം. ഇതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ചിക്കൻ വറുത്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഗ്രേവിക്കുള്ള പണി നമുക്ക് നോക്കാം. ഇനി ഇതൊന്ന് നമുക്ക് ചില്ലി ചിക്കനുള്ള രീതിക്ക് എങ്ങനെ അരിയാമെന്ന് നോക്കാം. ഇത് ക്യാപ്സിക്കമാണ്, എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ അരികളൊക്കെ ഒന്ന് കളഞ്ഞ് ചില്ലി ചിക്കന് അരിയേണ്ട രീതി ഇങ്ങനെയാണ്. പച്ചമുളക് എങ്ങനെയാണ് അരിയേണ്ടതെന്ന് നോക്കാം. സെലറി എങ്ങനെയാണ് അരിയേണ്ടതെന്ന് നോക്കാം. ഇത് സ്പ്രിംഗ് ഓനിയനാണ്. സെലറിയും സ്പ്രിംഗ് ഓനിയനുമാണ്. ഇത് നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല. ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഗ്രേവിയിൽ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വറക്കണത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നു. ഇനിയുള്ളത് നമുക്കിതിൻ്റെ ഗ്രേവി എങ്ങനെ ഉണ്ടാക്കാം അതിന് വേണ്ട സാധനങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സവാള, ക്യാപ്സിക്കം, പച്ചമുളക്, അതിൻ്റെ കൂടെ ഇഞ്ചി ചോപ്പ്ഡ് ഗാർലിക്, പിന്നെ ഇത് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചത് സെലറിയും സ്പ്രിംഗ് ഓനിയനും. ഇത്രയുമാണ് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ളത്. പിന്നെ അതുകൂടാതെ കോൺഫ്ലോർ ഒരു 2-3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്ത് ചെറിയ രീതിയിൽ ഇതേപോലെ വെള്ളത്തിൽ കലക്കിയത്. ഇത് ഉണക്കമുളക് ബോയിൽ ചെയ്തെടുത്തതാണ്. അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും വിനാഗിരി ഒഴിച്ച് നമ്മൾ ബോയിൽ ചെയ്ത് എടുത്തിട്ട് അരച്ചെടുത്തതാണ് ഈ ചില്ലി പേസ്റ്റ്. കടായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിക്കുകയാണ്. ഇതും കോൺ ഓയിൽ തന്നെയാണ്. നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞിട്ടിരിക്കുന്ന സവാളയും ക്യാപ്സിക്കവും പച്ചമുളകും ചേർക്കാം. ഇത് ചെറുതായിട്ടൊന്ന് മൂക്കണം. ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം, ഒരുപാട് മൂക്കണ്ട, ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന സ്റ്റോക്ക് വാട്ടറാണ് ഇടേണ്ടത്. അതിന് മുന്നേ ഇതിലേക്കുള്ള മസാല ഇടണം. അപ്പോൾ ഇതൊന്നും വാടുന്നതാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി ആണെങ്കിൽ അത്യാവശ്യം
കളർ കിട്ടുകയും ചെയ്യും. നമുക്ക് ആർട്ടിഫിഷ്യലായിട്ടുള്ള കളർ ചേർക്കുകയുണ്ട. ഇതിപ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിനി ചേർക്കേണ്ടത് സോസുകളെല്ലാം ചൂടോടെ ഇത് വഴറ്റിയെടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് ഒരു ഫുൾ ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ്, ഒരു 2.5 സ്പൂണ് ടൊമാറ്റോ സോസ്, പിന്നെ ഉള്ളത് ചില്ലി സോസ്, അടുത്തത് സോയാ സോസാണ്. ഒന്ന് ചൂടാവണം. സോസൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോക്ക് വാട്ടർ ഒഴിക്കാം. സ്റ്റോക്ക് വാട്ടർ ഒന്ന് നോക്കാം. സ്റ്റോക്ക് വാട്ടർ ഇപ്പോഴും ചൂടായി തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഇതൊന്ന് അരിച്ച് ഒഴിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. അപ്പം ഷുഗർ ഇട്ട് കൊടുക്കുക. ഇതിൽ ഇനിയും ഇടേണ്ടത് അജിനോമോട്ടോയാണ്. പിന്നെ ഇതിലേക്ക് ഇനി അല്പം പെപ്പർ കൂടി ഇട്ട് കൊടുക്കണം. ഇത് ബ്ലാക്ക് പെപ്പറാണ്, ശരിക്കും ഇടേണ്ടത് വൈറ്റ് പെപ്പറാണ്. ഓക്കെ, ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന സെലറിയും സ്പ്രിംഗ് ഒനിയനും ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ലീക്സ് എന്ന ഒരു ഇല കൂടി ഉണ്ട്. അപ്പോൾ അത് ഒരുപാട് വലിയതായതുകൊണ്ട് നമ്മൾ എടുത്തു വെച്ചാലും പിന്നീട് വേസ്റ്റായി പോകും എന്നുള്ളത് കൊണ്ട് നമ്മൾ എടുത്തില്ല. ഇത് ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരല്പം കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കി ഒഴിച്ച് ആ ഗ്രേവി ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ നമുക്ക് കഴിക്കാവുന്നതാണ്. കോൺഫ്ലോർ ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. കോൺഫ്ലോർ ഒഴിക്കുമ്പോൾ അത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ അത് കട്ട പിടിക്കും. അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ചില്ലി ചിക്കൻ്റെ ഗാർണിഷാണ് സെലറിയും സ്പ്രിംഗ് ഒനിയനും ലീക്സും. ലീക്സ് അവൈലബിൾ അല്ല, അപ്പോൾ നമ്മൾ സെലറിയും സ്പ്രിംഗ് ഒനിയനും ഗാർണിഷായിട്ട് ഇടുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി ആയിക്കൊണ്ടിരിക്കുന്നു. ചപ്പാത്തി റെഡിയാണ്. അപ്പോൾ ചപ്പാത്തിയും ചില്ലി ചിക്കനും കഴിക്കാൻ പോവുകയാണ്.
നന്നായിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയ കാരണം പറയണല്ലോ, നന്നായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക, അഭിപ്രായം എഴുതി അറിയിക്കുക.